ഹായ് വെൽക്കം ഓൾ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിബോഷ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നിബോഷ് IGCക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം 18ാമത്തെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ് ഒക്ടോബർ 2022 നടത്തിയിട്ടുള്ളത്. ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ ഐഡിയൽ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഈ സെഷൻ്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട. ഏതായാലും ഈ ലൈവ് സെഷനിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അടുത്ത മാസം അല്ലെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിബോഷ് IGC എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇതിന് പുറമെ മുമ്പ് നടന്ന ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ ഒക്കെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും പല ടിപ്സുകളും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മറ്റെവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത ഒരാളാണ്, ഒരു കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്ക് കൂടുതൽ ലേണിംഗ് സപ്പോർട്ട് വേണം എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പുതിയ അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായി പോയതാണ്, റീസീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ചെറു വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഏതായാലും ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് തയ്യാറാകുന്ന ആളുകളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ടൈമിനെ കുറിച്ചാണ്. UK ടൈം രാവിലെ 11 മണിക്കാണ് ഈ എക്സാമിനേഷൻ തുടങ്ങുന്നത്. അത് നവംബർ 2 ഈ ഒക്ടോബർ ലാസ്റ്റ് സൺഡേക്ക് ശേഷം ഈ ടൈം സോണ് മാറും, 1 അവർ ബാക്കോട്ട് വരും UK ടൈം. അതുകൊണ്ട് നവംബർ 2 ഏതാണോ നിങ്ങളുടെ രാജ്യത്ത് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് തയ്യാറായിട്ട് നിൽക്കാൻ. ഞാൻ മുമ്പൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടിപ്സ് അത് കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രീന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരിത്തിങ് ഞാൻ പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, പലതും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് രാവിലെ UK ടൈം രാവിലെ 11 മണിക്ക് മുമ്പ് തന്നെ ലോഗിൻ ചെയ്ത് തയ്യാറായി നിൽക്കണം. ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡൊക്കെ നിങ്ങൾ മുമ്പ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID ഒക്കെ അറിയുമെന്ന് ഉറപ്പാക്കുക. എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതും ആൻസർ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ആൻസർ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളതിൻ്റെ ഫയൽ നെയിം മാറ്റണം. ഫയൽ നെയിം മാറ്റേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ് നിബോഷ് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ സെക്കൻഡ് നെയിം ആദ്യം എഴുതുക, ഫസ്റ്റ് നെയിം പിന്നെ എഴുതുക, അതായത് ലാസ്റ്റ് നെയിം ആദ്യം എഴുതുക, ഫസ്റ്റ് നെയിം പിന്നെ എഴുതുക, ലേണർ നമ്പർ എഴുതുക, ലേണിംഗ് പാർട്ണർ നെയിം എഴുതുക. ലേണിംഗ് പാർട്ണർ നെയിമും ലേണർ നമ്പറും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുണ്ടാവും. ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സാം കൺഫർമേഷൻ PDF ഉണ്ടാവും, അത് നോക്കി എഴുതുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ സിനാരിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. നിങ്ങൾക്കിപ്പോൾ സിനാരിയോയിൽ ചില കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും പലതും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് സിനാരിയോ വായിക്കുക. ഇപ്പോൾ ഈ ഒക്ടോബർ 2022 ഒരു സിനാരിയോൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, ഞാനിത് റെഫർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തു. അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ ആൻസർ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യന് എന്തൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി ആ ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ സിനാരിയോയുടെ എല്ലാ ഭാഗങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സിനാരിയോയിലുള്ള എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനാരിയോ വളരെ ക്ലിയർ ആയിട്ട് വായിക്കുക. ഒരു 3 തവണയെങ്കിലും വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യത്തെ തവണ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. രണ്ടാം തവണ വായിക്കുന്ന സമയത്ത് നേരത്തെ വായിച്ചപ്പോൾ കിട്ടാത്ത പലതും രണ്ടാം തവണ വായിക്കുമ്പോൾ കിട്ടും. രണ്ടാം തവണ വായിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസിൽ എവിടേക്ക് സിനാരിയോയുടെ ഭാഗത്ത് നിന്ന് ആൻസർ എടുത്ത് എഴുതേണ്ടതുണ്ട് എന്നുള്ളത്. മൂന്നാം തവണ കൂടെ സിനാരിയോ വായിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ആൻസറിൽ നമ്മൾ എടുത്ത് എഴുതാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ചാൻസ് ഉള്ള കാര്യങ്ങൾ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണ്ട് സ്റ്റൈല് ഏരിയലാണ്, ഫോണ്ട് സൈസ് 12 ആണ്. നിങ്ങൾ റെഗുലറായിട്ട്
കൺട്രോളേഴ്സ് അടിക്കണം. കാര്യം ഒരു വൺസ് നിങ്ങളെ ഫയൽ മിസ്സാവുക അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഉറക്കത്തിലൊക്കെ തിരക്ക് പിടിച്ച് എക്സാം എഴുതുന്ന സമയത്ത് ഫയൽ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ സേവ് ചെയ്യാതിരുന്നാൽ. അപ്പോൾ റെഗുലറായിട്ട് സേവ് ചെയ്യുക, അത് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം വേർഡ് 3300 വേർഡ്സ് ആണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാക്സിമം 3300 വേർഡ്സ് എന്ന് പറഞ്ഞാൽ നെബോഷിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം നിങ്ങൾ 3300 വേർഡ്സിൻ്റെ മുകളിലേക്ക് എഴുതിയാൽ ഒരിക്കലും നിങ്ങളുടെ ആൻസർ നോക്കില്ല. അതിൻ്റെ മുകളിലേക്കുള്ള ആൻസർ നോക്കില്ല എന്നാണ്, എക്സാം ഇവാലുവേറ്റ് ചെയ്യില്ല എന്നാണ് ഗൈഡ് പറയുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ. ഒരു 3300 വേർഡ്സ് എഴുതേണ്ടി. മിനിമം എത്ര എഴുതണം എന്ന് വെച്ചാൽ അതിനൊരു കണക്കില്ല. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു 3000 വേർഡ്സ് എങ്കിലും എഴുതണം. അപ്പോഴേ അത് ഒരു സഫീഷ്യൻ്റ് ആൻസർ ആവുള്ളൂ. ഒരു 3000 to 3300 വേർഡ്സ് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. 3000 തന്നെ എഴുതണം നിർബന്ധം എന്നല്ല പറഞ്ഞത്, ഐ റെക്കമെൻഡ് ചെയ്യുന്നത് അതാണെന്ന്. ഓക്കെ, പിന്നെ എല്ലാ ആൻസേഴ്സും ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതുന്നതാണ് നല്ലത്. എല്ലാ ആൻസേഴ്സും ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതുന്നതാണ് നല്ലത്. എന്ത് ആർഗ്യുമെൻ്റ് ചോദിച്ചാലും, കമൻറ്റ് ചോദിച്ചാലും, എക്സ്പ്ലെയിൻ ചോദിച്ചാലും എല്ലാം ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതുന്നതാണ് നല്ലത്. ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതുമ്പോൾ ഓരോ പോയിന്റ്സിൻ്റെ ഇടയിലും ഒരു സ്പേസ് ലീവ് ചെയ്യണം. അതേപോലെ തന്നെ കീവേഡ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ബോൾഡ് ആക്കണം. എക്സാമിനറുടെ കണ്ണ് വളരെ പെട്ടെന്ന് ആ കീവേഡിൽ പതിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. ഈ മാസം ഒക്ടോബർ ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കാം. ആ ഇൻസ്ട്രക്ഷൻസിന് ശേഷം സിനാരിയോ തന്നിട്ടുണ്ട്. ഈ സിനാരിയോ ഒരു 2 പേജ് അടങ്ങുന്ന ഒരു കമ്പനിയെക്കുറിച്ചുള്ള വിവരണമാണ്. ഈ കമ്പനി ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. സ്റ്റീൽ വർക്കിംഗ് പ്ലാന്റ് ആണ്. 30 വർക്കിംഗ് പ്ലാന്റ് ഉള്ള ഒരു കമ്പനിയുടെ ഭാഗമാണ് നിങ്ങളുടെ കമ്പനി. അതൊരു ലാർജ് ടൗണിൽ നിന്ന് മാറിയിട്ടാണ്. ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ വർക്കിംഗ് പ്ലാന്റിൽ പല വർക്ക്ഷോപ്പുകളുണ്ട്. റിപ്പയർ ഷോപ്പും മെയിൻ്റനൻസ് ഷോപ്പും പെയിൻറ്റിങ് ഷോപ്പും അങ്ങനെ പല വർക്ക്ഷോപ്പുകളുണ്ട്. അവിടെ പ്രധാനപ്പെട്ട നമ്മുടെ ആൻസറിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നൊരു കാര്യമാണ് അവിടെ ഓവർ ഹെഡ് ക്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്. ഓവർ ഹെഡ് ക്രെയിനിൻ്റെ മുകളിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ ക്രെയിന് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ട്രെയിൻഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ 20 വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നതിന് പുറമെ ഒരു മാനേജർ ഉണ്ട്, ജനറൽ വർക്ക്ഷോപ്പ് മാനേജർ, 2 വർക്ക്ഷോപ്പ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഒരു 3 അപ്രൻറ്റീസസുകളുണ്ട്. ഈ അപ്രൻറ്റീസസിന് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജറായിട്ടാണ് അവിടെ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വർക്ക്ഷോപ്പ് വെൽഡിങ് ആൻഡ് ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിൽ. പക്ഷേ ഈ ജനറൽ മാനേജർ അയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവിടെ വർക്ക് പ്ലേസിൽ ഒരുപാട് സ്ക്രാപ്പ് മെറ്റൽസ് ഉണ്ട്, വാക്ക് വേസ് ഒക്കെ ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്ന അല്ലെങ്കിൽ ക്രെയിൻ ഓപ്പറേഷൻ നടക്കുന്ന ഭാഗങ്ങളിലേക്ക് വർക്കേഴ്സിന് പോകേണ്ടതായിട്ട് വരുന്ന ഒരുപാട് നിയർ മിസ്സസുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പലതും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പല കംപ്ലയിൻസുകൾ ഈ സൂപ്പർവൈസേഴ്സ് മാനേജറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്രെയിൻ ഓപ്പറേഷൻ ട്രെയിനിങ് അപ്രൻറ്റീസിന് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ അതൊക്കെ പലപ്പോഴും ഇഗ്നോർ ചെയ്തിട്ട് ഉള്ളതാണ് നമ്മുടെ മാനേജർ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പലതിനും നിയർ മിസ്സസിൻ്റെ റെക്കോർഡുകളില്ല, വർക്കർ റെപ്രസെൻറ്റേറ്റീവ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ സേഫ്റ്റി കൺസൾട്ടേഷൻ ഇല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഇൻസിഡൻറ്റിലേക്ക് സിനാരിയോ നയിക്കുന്നുണ്ട്. ഇൻസിഡൻറ്റ് ഇതാണ്. അവിടെ ഒരു അപ്രൻറ്റീസ് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മൊബൈൽ ഫോൺ ബാൻ ചെയ്ത വർക്ക്ഷോപ്പാണ് അത് എന്ന് അറിഞ്ഞിട്ട് പോലും അയാൾ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്രെയിലിംഗ് കേബിളിൽ അയാൾ തട്ടി അയാൾ ക്രെയിൻ ഓപ്പറേറ്റിംഗ് ഏരിയയിലേക്ക് അകപ്പെട്ടു. അല്ലെങ്കിൽ മൊബൈൽ ക്രെയിൻ ഉപയോഗിക്കുന്ന ഏരിയയിലേക്ക് എന്തായി പെട്ടെന്ന് അയാൾ വീണുപോയി അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചാടിപ്പോയി. ദെൻ അവിടെ മറ്റൊരു അപ്രൻറ്റീസ് ആയിരുന്നു ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ സ്റ്റീൽ ബീമായിരുന്നു ഇവർ
മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന അപ്രൻറ്റീസ് പെട്ടെന്ന് അത് കണ്ടതുകൊണ്ട് ഭാഗ്യത്തിന് അയാൾ കൈ ഉയർത്തി അത് തടുക്കാൻ വേണ്ടിയിട്ട് അത് അയാളുടെ കയ്യിൽ തട്ടി, ഫോറാമിൽ തട്ടി, അയാളുടെ കൈ ബ്രേക്കായി, അതായത് ബോൺ ഫ്രാക്ചർ സംഭവിച്ചു. അയാൾ വീണത് സ്ക്രാപ്പ് മെറ്റലിലേക്കാണ്, അയാൾക്ക് ഡീപ്പ് വൂണ്ട് ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഒരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് ഞാൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ വായിക്കാം ഇഫ് യു വാണ്ട്. ഏതായാലും എന്നിട്ട് ഇതിൻ്റെ താഴെ ഒരു 8-9 ടാസ്കുകൾ തന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒന്നല്ലെങ്കിൽ 2 ആൻസേഴ്സ് മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആൻസേഴ്സ് എൻ്റെ കാൻഡിഡേറ്റ്സിന് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഏതായാലും ടാസ്ക് നമ്പർ 1 ഒരു ചോദ്യം ഇതാണ്: The 2 apprentices may have contravened some of their obligations as workers with International Labour Organization Convention 155 and Convention 155 Article 19 and Recommendation 164 Recommendation 60. ചോദ്യം എന്നിട്ടതാണ്: കമൻറ്റ് ഓൺ ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ആർട്ടിക്കിൾ 19 ഓഫ് കൺവെൻഷൻ 155 ആൻഡ് റെക്കമെൻഡേഷൻ 16 ഓഫ് റെക്കമെൻഡേഷൻ 164 മേ ഹാവ് ബീൻ കോൺട്രിബ്യൂട്ട്. കമൻറ്റ് ചെയ്യാനാണ് ചോദ്യം. കമൻറ്റ് ഓൺ ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ആർട്ടിക്കിൾ 19 ഓഫ് കൺവെൻഷൻ 155 ആൻഡ് റെക്കമെൻഡേഷൻ 16 ഓഫ് റെക്കമെൻഡേഷൻ 164. എത്രത്തോളം ഈ ആളുകൾ, ഏതാളുകൾ, ഈ 2 അപ്രൻറ്റീസസ് എത്രത്തോളം ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഒന്നാമത്തെ എലമെൻ്റ് എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഒന്നാമത്തെ എലമെൻറ്റിൽ നമ്മൾ ലീഗൽ ഡ്യൂട്ടീസ് പറഞ്ഞ സമയത്ത് വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടീസും പറഞ്ഞിട്ടുണ്ട്. ഈ വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടീസ് കൺവെൻഷനിലും പറയുന്നുണ്ട്, റെക്കമെൻഡേഷനിലും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ പറയാം, ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? അടുത്തൊരു എക്സാമിന് ഇതുപോലെ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, ഞാൻ ലൈവിലിരിക്കുന്നവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും ഈ ചോദ്യം വന്നാൽ? ഒന്നും ചെയ്യില്ലേ? കൺവെൻഷൻ, ILO കൺവെൻഷൻ ആൻഡ് റെക്കമെൻഡേഷൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. യാ, കറക്റ്റ്. ILO കൺവെൻഷൻ, ILOയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കൺവെൻഷനും റെക്കമെൻഡേഷനും പോയി നോക്കും. അതാണ് ചെയ്യേണ്ടത്. കാര്യം അതിലാണ് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് അവർക്കുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. അപ്പം നേരത്തെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞതാണ്, എന്നാലും നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യും? ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്യും. വെരി ഗുഡ്. നമുക്ക് നോക്കാം ആ വെബ്സൈറ്റിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. ആദ്യം കൺവെൻഷൻ എടുക്കാം. കൺവെൻഷൻ്റെ നിങ്ങൾ ഗൂഗിളിൽ കൺവെൻഷൻ 155 എന്ന് അടിച്ചാൽ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ കാണാൻ പറ്റും. ഈ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷനിൽ ഒരുപാട് ആർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 19ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എംപ്ലോയറുടെ ഡ്യൂട്ടീസും എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടീസും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. എംപ്ലോയറുടെ ഡ്യൂട്ടി, എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടീസും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം ഒരിക്കലും എന്തല്ല, എംപ്ലോയറുടെ കോൺട്രവെൻഷൻ അല്ല, എംപ്ലോയറുടെ വയലേഷൻ അല്ല, എംപ്ലോയീസിൻ്റെ വയലേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആർട്ടിക്കിൾ 19 എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആർട്ടിക്കിൾ 19 പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം: വർക്കേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് പെർഫോമിംഗ് ദെയർ വർക്ക് കോപ്പറേറ്റ് ഇൻ ദ ഫുൾഫിൽമെൻറ്റ് ബൈ ദെയർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി ഒബ്ലിഗേഷൻ പ്ലേസ്ഡ് അപ്പോൺ ഹിം. എംപ്ലോയറെ ഇവർ ഫുൾ ടൈം എന്ത് ചെയ്യണം? കോപ്പറേറ്റ് ചെയ്യണം വൈൽ പെർഫോമിംഗ് ദെയർ വർക്ക്. ഓക്കെ, എംപ്ലോയറുടെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണോ അത് ഫോളോ ചെയ്യണം. ഇതാണ് അവരുടെ ഒരു ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഈ ഡ്യൂട്ടി ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ ഈ സിനാരിയോയിൽ? യെസ്. ഓക്കെ, എങ്ങനെയാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്? അതിനെ ഒരു സജസ്റ്റ് ചെയ്യണം നിങ്ങൾ. കാര്യം ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം.
You should support your answer where applicable using relevant information from the scenario. എങ്ങനെയാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്? എംപ്ലോയർ പറഞ്ഞിട്ടുള്ള കാര്യം എവിടെയാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്? മൊബൈൽ ഫോൺ. ഓക്കെ, മൊബൈൽ ഫോൺ യൂസേജ് അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടും അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. ദാറ്റ്സ് എ ക്ലിയർ വയലേഷൻ. ഗുഡ്. പിന്നെ വേറെ എവിടെയെങ്കിലും വയലേറ്റ് ആയിട്ടുണ്ടോ? അപ്രന്റീസ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്തു, ട്രെയിനിങ് ഇല്ല. ട്രെയിൻഡ് പേഴ്സൺസ് ഒള്ളി എന്ന് കാണിച്ച മെഷീൻ അല്ലെങ്കിൽ ക്രെയിന് അൺട്രെയിൻഡ് ആയിട്ടുള്ള ഈ അപ്രന്റീസ് ഓപ്പറേറ്റ് ചെയ്തു. ക്ലിയർ വയലേഷൻ. പിന്നെ വേറെ എന്തെങ്കിലുണ്ടോ? ഓക്കെ, പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇനിയുണ്ട്, നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഈ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. ഇനിയും അടുത്ത റെക്കമെൻഡേഷൻ 164 ഒരുപാട് എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടീസ് പറയുന്നത്, വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടീസ് പറയുന്നത്. അതും റെക്കമെൻഡേഷൻ 16 പറയുന്നത് കാര്യങ്ങൾ. ഇതാ, ഓക്കെ, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ പറയല് റെക്കമെൻഡേഷൻ 16 ഓഫ് റെക്കമെൻഡേഷൻ 164, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 16 എന്നും പറയാം, തെറ്റൊന്നുമില്ല. ബട്ട് നോർമലി പറയല് റെക്കമെൻഡേഷൻ 16 ഓഫ് R164. ഇവിടെ the arrangements provided for in Article 19 of the Convention should aim at ensuring that workers take reasonable care of their own safety. വർക്കേഴ്സ് അവരുടെ സ്വന്തം സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നുള്ളൊരു ഡ്യൂട്ടി അയാൾക്കുണ്ട്. അതൊരു ഡ്യൂട്ടിയാണ്. ഓക്കെ, അടുത്ത ഡ്യൂട്ടിയാണ് വർക്കേഴ്സ് ടേക്ക് റീസണബിൾ കെയർ ഓഫ് അതർ പേഴ്സൺസ്, അല്ലെങ്കിൽ കെയർ ഓഫ് ദെയർ അതർ പേഴ്സൺസ് സേഫ്റ്റി ഹു മേ ബി അഫക്റ്റഡ് ബൈ ദെയർ ആക്ട്സ് ഓർ ഒമിഷൻസ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, വർക്കർ അയാളുടെ തന്നെ സ്വന്തം സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നുള്ള അയാളുടെ മുകളിലുള്ള ഉത്തരവാദിത്തമാണ്. അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? അത് എവിടേക്കാണ് വയലേഷൻ സംഭവിച്ചിട്ടുള്ളത്? വർക്കർ അയാളുടെ തന്നെ സേഫ്റ്റി ഉറപ്പുവരുത്താത്ത ഭാഗം, റീസണബിൾ കെയർ ഓഫ് ദെയർ ഓൺ സേഫ്റ്റി വയലേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നടന്നത്. യെസ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, അയാളുടെ സ്വന്തം ശരീരം ഇഞ്ചുറി ആക്കി അല്ലെങ്കിൽ അപകടത്തിലാക്കി. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നത്, ഇതന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്? അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ നേരത്തെ പറഞ്ഞ എന്തിൻ്റെ എക്സാമ്പിളാണ് അത്? ഇയാളെ കോപ്പറേറ്റ് ചെയ്യാത്തതിൻ്റെ എക്സാമ്പിളാണ്. എന്തിൻ്റെ? എംപ്ലോയറെ. അത് ഡിഫറെൻറ്റ്, അതൊരു പോയിൻ്റാണ്. അടുത്ത പോയിൻ്റാണ് അയാൾ സ്വന്തം അപകടത്തിൽ പെടുത്തി, അപ്പോൾ മൊബൈൽ ഫോണ് ഉപയോഗിച്ചുകൊണ്ട്. കറക്റ്റ് ആൻസറാണ്. കാര്യം ഈ ഒരു ചോദ്യത്തിനൊക്കെ മാർക്ക് കുറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ അയാൾ എന്താ തെറ്റ് ചെയ്തതെന്ന് സിനാരിയോ ഒന്ന് ജസ്റ്റ് നോക്കി എഴുതുക എന്നുള്ളത് ലൈക്ക് ലോജിക്കലി. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോളജ് ആവശ്യമില്ല, നിങ്ങൾക്ക് കൺവെൻഷനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല, റെക്കമെൻഡേഷനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഏതൊരു ലോജിക് കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ അതല്ല നമ്മുടെ ആവശ്യം. ഈ കൺവെൻഷൻ്റെ ബേസിൽ കൺവെൻഷൻ എന്തൊക്കെ ഫെയിലായി, കൺവെൻഷൻ എന്തൊക്കെ വയലേഷൻ വന്നു എന്നുള്ളത് സിനാരിയോ ഒന്ന് കണക്ട് ചെയ്ത് എഴുതാനാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് വേർഡ്സ് ആയിട്ട് വീണ്ടും മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് പറയാൻ പറ്റും. ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് സ്വന്തം സേഫ്റ്റി നോക്കാത്തതിൻ്റെ വേറെ എന്ത് എക്സാമ്പിളാണ്? ഇതിപ്പോൾ പെഡസ്ട്രിയൻ്റെ കേസിൽ അയാൾ എന്ത് ചെയ്തു? മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അയാൾ വെഹിക്കിൾ ഓപ്പറേറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു, സ്റ്റെപ്പ് ഇൻ ചെയ്തു, വാട്ട് എവർ ദ റീസൺ ഈസ്, അയാൾ എന്ത് ചെയ്തു? അതിലേക്ക് പോയി. അതെന്താണ്? മറ്റൊരു സ്വന്തം സേഫ്റ്റി നോക്കാത്തതിൻ്റെ വയലേഷനാണ്. മറ്റേ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തതും മറ്റുള്ളവരെ സേഫ്റ്റി നോക്കാതെ. യെസ്, എക്സാക്ട്ലി. ക്രെയിൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള അപ്രൻറ്റീസ് മറ്റ് പെഡസ്ട്രിയൻ്റെ സേഫ്റ്റി നോക്കാത്ത ഓപ്പറേറ്റ് ചെയ്തു. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ
ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത അയാളുടെ സ്വന്തം സേഫ്റ്റി നോക്കിയിട്ടില്ല. കാര്യം അയാൾക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം സിനാരിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെ സ്വന്തം സേഫ്റ്റി നോക്കാത്ത അയാൾ എന്ത് ചെയ്തു, ആ വർക്ക് ചെയ്തത് കാരണമാണ് അയാൾക്ക് അങ്ങനെ ഒരു PTS ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അത് സ്വന്തം സേഫ്റ്റി നോക്കാതിൻ്റെ പിന്നെ മറ്റുള്ളവൻ്റെ സേഫ്റ്റി നോക്കാത്തതിൻ്റെയും കാരണങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതൊക്കെ. ദെൻ നെക്സ്റ്റ്, comply with the instruction given for their own safety and thus other safety, the health and safety procedure. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ? എവിടൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്? ഒന്ന് തന്നെ മാനുഫാക്ചറിന്റെ ട്രെയിൻഡ് ഓപ്പറേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. യാ, ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റും. ഓക്കെ, ഈ ട്രെയിൻഡ് ഓപ്പറേറ്റേഴ്സിന് മാത്രം ഒരു കാര്യം മിസ്സായി, അതും കൂടി ഒന്ന് പറയാം. മറ്റുള്ള വർക്കേഴ്സിനെ അഫക്റ്റ് ചെയ്യിക്കുന്ന കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടിയും റീസണബിൾ കെയർ എടുക്കാത്തതിൻ്റെ ഒരു വയലേഷനാണ് ഇപ്പോൾ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററെ അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്രൻറ്റീസിനെ ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ അലോ ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, അതൊരു വയലേഷനാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പിന്നെ കാര്യം, ഈ ഇപ്പോൾ ക്രെയിൻ ഓപ്പറേഷൻ്റെ മാനുഫാക്ചറർ പറഞ്ഞിട്ടുള്ളതാണ്, മാനുഫാക്ചറുടെ ഇൻസ്ട്രക്ഷനാണ് ഈ ഇതിൻ്റെ മുകളിൽ എഴുതിയെത്തിയ സൈൻ ബോർഡ്, ഡു നോട്ട് ഓപ്പറേറ്റ് അല്ലെങ്കിൽ ട്രെയിൻഡ് ഓപ്പറേറ്റേഴ്സ് ഓൺലി എന്നുള്ള സൈന്. ആ സൈനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാര്യം ചെയ്തിട്ടുള്ളത്, ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് മറ്റൊരു വയലേഷനാണ്. പിന്നെ യൂസ് ഓഫ് സേഫ്റ്റി ഡിവൈസസ്, ഇത് വളരെ റെലവൻ്റ് ആയിട്ടൊന്നും പറയാനില്ല. റിപ്പോർട്ട്, ഇത് വേണമെങ്കിൽ റിപ്പോർട്ടിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഒരു പ്രശ്നം കണ്ടാൽ ലൈക്ക് ഒരു ഇത് മുകളിലൊരു മുന്നിലൊരു എന്തുണ്ട്, കേബിൾ ഉണ്ട്, ട്രെയിലിംഗ് കേബിൾ ഉണ്ട്, ദാറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ്. ഓക്കെ, ആ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടെത്തിയത് റിപ്പോർട്ട് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ദാറ്റ്സ് എ വയലേഷൻ. അപ്പോൾ ഇങ്ങനെ പോയിന്റുകളാണ് ഉള്ളത്. പക്ഷെ ഒരുപാട് പോയിന്റ്, ഇപ്പോൾ എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ട്രിക്കി പാർട്ട് എന്ന് പറഞ്ഞാൽ 10 മാർക്കിനാണ് ചോദിച്ചിട്ടല്ലേ. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ 1 by 1 ആയിട്ട് എഴുതിയാൽ ഇത് മാക്സിമം എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു 5-6 പോയിൻറ്റ്സുകൾ ഉണ്ടാവും. ഓക്കെ, ഇത് 10 മാർക്കിന് 10 പോയിൻറ്റ്സും കിട്ടാൻ എങ്ങനെ എഴുതാൻ പറ്റും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മളുടെ വയലേഷന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വയലേഷൻ ഓരോ ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾ നമ്പർ ഇത്രാമത്തത് വയലേറ്റ് ആയിട്ടുണ്ട്, റെക്കമെൻഡേഷൻ 164 16A വയലേറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എക്സാക്ട്ലി അത് അങ്ങനെ വേണം എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നില്ല. നിങ്ങൾക്ക് അത് പറയാം, അതൊരു വളരെ നല്ല രീതിയിലുള്ള ഒരു ആൻസർ എക്സ്പ്ലനേഷനാണ്. മുമ്പും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മുമ്പും ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റെ ഐഡിയൽ ആൻസേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ജൂലൈ 2022 ഓൾമോസ്റ്റ് ഇതേ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, ടാസ്ക് നമ്പർ 4. മെയ് 2022 ടാസ്ക് നമ്പർ 6 ഈ എംപ്ലോയീസിൻ്റെ വയലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 2022 ടാസ്ക് നമ്പർ 5 ചോദിച്ചിട്ടുള്ളത് ഇതേ ചോദ്യമാണ്, എംപ്ലോയീസിൻ്റെ വയലേഷനാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയൊരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ വെച്ചിട്ട് ഈ ആൻസർ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ ആയിരിക്കണം ആൻസർ വേണ്ടത് എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് തന്ന ഐഡിയൽ ആൻസേഴ്സിലൊക്കെ കൺവെൻഷൻ്റെ നമ്പറും ആർട്ടിക്കിളിൻ്റെ നമ്പറും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് ഉള്ള ഒരു രീതിയാണ്. ദാറ്റ് ഈസ് അപ്രീഷിയേറ്റഡ്. ഇനി അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ഈ രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. കാര്യം എന്താണ് വയലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. The injured apprentice stepped out from the dedicated walkway into a steel beam carrying pathway of an overhead crane, whereas he doesn't take care of his own safety. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം അത് ഒരു വയലേഷനാണ്. ഇപ്പോൾ ചില ആളുകൾ എഴുതിയൊരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, he must take care of his own safety.
ദാറ്റ് ഈസ് വയലേറ്റഡ്. അത് മാത്രമല്ല, ആ ആർട്ടിക്കിളിന് മൊത്തം ഭാഗങ്ങൾ കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ മൊത്തം ഭാഗങ്ങൾ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേർഡ് നഷ്ടമാവും. അതിന് പകരം ജസ്റ്റ് അതിന് നേരെ ഓപ്പോസിറ്റ്, അവിടെ എന്താ ചെയ്യുന്നത്, അത് ചെയ്യാത്തത് എന്താണെന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഹി ഡസൻ ടേക്ക് കെയർ ഓഫ് ഹിസ് ഓൺ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവിടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ. അതേപോലെ തന്നെ ദി അപ്രന്റീസ് ഈസ് സിവിയർലി ഇഞ്ചുവേർഡ് സിൻസ് ഹി ഡസൻ ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ് ബിക്കോസ് ഹി വാസ് ടൈപ്പിംഗ് ഓൺ മൊബൈൽ ഫോൺ. അപ്പോൾ അതിന് വളരെ രണ്ട് റെലവൻറ്റ് പോയിന്റ് ആണ്. നമ്മുടെ പോയിന്റ് നമ്മുടെ ഇതെന്താണ്, നമ്മുടെ കോർ പോയിന്റ് എന്താ ഇവിടെ, അവരുടെ സ്വന്തം സേഫ്റ്റി ഉറപ്പുവരുത്തില്ല എന്നുള്ള. ഓക്കെ. Then reasonable care of others are not taken because the incompetent and inexperienced apprentice operated the crane, which led to the accident, which make another apprentice severely wounded. It showed that he doesn't take care of other safety. The crane operator apprentice couldn't take reasonable care of the pedestrian, which is a clear violation. Even though there are signs on cranes stating that only trained persons are authorized to operate the crane, the apprentice opted to operate neglecting this warning poster, which is a violation. The manager allowed a careless and incompetent apprentice to work there, and which leads to the accident, and the victim is severely injured, which needs a major operation, which results for the loss of workers for 6 to 8 weeks, which is a pure violation of the recommendation 16A of R164. അതേപോലെ according to Article 19A of Convention 155, in the course of their work, they must cooperate and fulfill their employer, whereas there are many violations where they couldn't cooperate with the employer's instructions. Like even there is a designated pathway for workers, they are ignoring that and they are stepping into crane operation pathway. There are signs on the crane stating that the only trained workers can operate it, however neglecting this by untrained apprentice. Although the apprentice know that using mobile phone is restricted, they still ignoring that instruction by the management. Trip due to distraction while using mobile phone, the workplace that is dirty or that is not suitable for the work. That's why the trip is happened because of the distraction while using mobile phone. അതാണ് അയാൾ എന്ത് ചെയ്തത്, വയലേറ്റ് ചെയ്തിട്ടുള്ളത്. The crane operator being affected due to his act of ignoring only trained workers sign board, and it resulted in post-traumatic stress. ഓക്കെ. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് 1 2 3 4 5 6 7 8 9 10 11 ഓക്കെ 11 or 12 ഇതും പോയിന്റ് ആയി കൂട്ടിയാൽ 11 or 12 പോയിന്റ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഓരോ പോയിന്റും റിപ്പിറ്റീഷനായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇറ്റ്സ് നോട്ട് റിപ്പിറ്റീഷൻ. കാര്യം നമ്മുടെ കൺവെൻഷനിലെ ഓരോ പോയിന്റ്സിൻ്റെ ഓപ്പോസിറ്റ് വയലേഷൻ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ടാസ്കിലേക്ക് കടക്കാം. രണ്ടാമത്തെ ടാസ്ക് നമ്പർ 2, ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റ്സ് ഫോർ ദ GWM ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ചോദ്യം ഇതാണ്, വാട്ട് ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റ്സ് കുഡ് യു യൂസ് ടു കൺവിൻസ് ദ GWM ദാറ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്. ഒരു നോട്ടുണ്ട്, യു ഷുഡ് സപ്പോർട്ട് യുവർ ആൻസർ വെയർ അപ്ലിക്കബിൾ യൂസിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ സിനാരിയോ. നിങ്ങൾ പറ, ഈ ചോദ്യം ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? എത്രാമത്തെ എലമെന്റ് എന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? Element 1. എലമെന്റ് 1. എലമെന്റ് 1 ഫൈനാൻഷ്യൽ ആർഗ്യുമെന്റ്സ് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഇതിന്റെ ആൻസറിൽ എന്തൊക്കെയാണ് വരേണ്ടത്? Direct cost, indirect cost. വെരി ഗുഡ്. ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. പിന്നെ അൺഇൻഷുർഡ് കോസ്റ്റുകൾ എന്തൊക്കെയാണ്? യെസ്, ഇൻഷുർഡ് കോസ്റ്റ്, അൺഇൻഷുർഡ് കോസ്റ്റ്. ഈ 4 ടേം എന്തായാലും ആൻസറിൽ വരാൻ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ
എങ്ങനെ ഇത് എഴുതേണ്ടത് ആൻസർ? ഇത് ഞാൻ നിങ്ങൾക്ക് ടാസ്ക് നമ്പർ 3 ആയിട്ട്, എൻ്റെ ഡയറക്റ്റ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ടാസ്ക് നമ്പർ 3 ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ടാസ്ക് അന്ന് കംപ്ലീറ്റ് ചെയ്ത് അതേപോലെ തന്നെ അന്നത്തെ ഡിസ്കഷനിലൊക്കെ പങ്കെടുത്തൊരു കാൻഡിഡേറ്റാണ് ഈ മാസം എക്സാം എഴുതിയിരുന്നെങ്കിൽ അയാൾക്ക് 10 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. കാര്യം ഈച്ച് ആൻഡ് എവരി പോയിൻ്റ് അന്ന് 20 എത്രയോ സംതിങ് പോയിൻറ്റ്സിൽ, ഇവിടെ 10 മാർക്കിന് എന്തോ ചോദിച്ചിട്ടുള്ളത്, ഞാൻ 25 ഡിഫറെൻറ്റ് പോയിൻറ്റ്സുകൾ, അതായത് സിനാരിയോ മേ ബി ഡിഫറെൻറ്റ് ബട്ട് ആ ഒരു ഡയറക്ഷൻ സെയിം ആയിരുന്നു. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങൾ പറ, എന്തൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കുക? ഇറ്റ് ഷുഡ് ബി ആർഗ്യുമെൻറ്റ്. പറ. ഒന്നാമത്തെ കാര്യം, നിയർ മിസ്സുകൾ കുറെ നടക്കുന്നുണ്ട്. അതേപോലെ പാത്ത് വേസിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ അതിനുള്ള സേഫ്റ്റീസ് എന്തൊക്കെയാണ്, മെഷേഴ്സ് എന്തൊക്കെയാണ്, ഡയറക്റ്റ് പോസ്റ്റുകൾ എന്തൊക്കെ ആവും, അതായത് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് explain ചെയ്യാം. യെസ്, അതാണ് പറയേണ്ടത്. അത് ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റുകളുണ്ട്. ആ കോസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തണം. നാളത്തെ ആക്സിഡൻറ്റ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. അപ്പോൾ അത് വളരെ ജനറൽ പറയാതെ ഏതൊക്കെയാണ് ആ കോസ്റ്റുകൾ വരാൻ പോകുന്നതെന്ന് പറയണം, ആ കോസ്റ്റുകൾ എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നതെന്നും പറയണം. ഈ ചോദ്യം ഏപ്രിൽ 2022 2021 ടാസ്ക് നമ്പർ 7 ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഗസ്റ്റ് 2020 ടാസ്ക് നമ്പർ 1 ആദ്യത്തെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഇതേ ചോദ്യമാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരുപക്ഷെ മുമ്പ് ഞാൻ നിങ്ങളോട് അത് പാരഗ്രാഫ് ആക്കി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അത് ഏറ്റവും നല്ലത് ഇപ്പോൾ ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതാണ്. ഒന്നുകൂടി അവർക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ ബുള്ളറ്റിൻ പോയിന്റ്സിൽ വരേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതിൻ്റെ ആൻസർ മാർക്ക് കിട്ടാനുള്ള ഒരു കാര്യം, ഇപ്പോൾ സിനാരിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സിനാരിയോയിൽ എന്താ പറയുന്നത്? സിനാരിയോയിൽ പറയുന്നുണ്ട്, ഇയാൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വളരെ വിമുഖത കാണിക്കുന്ന ആളാണ് മാനേജർ. അയാളുടെ ഒരു കമൻ്റ് ഉണ്ട് ഇവിടെ, മറ്റേതിലൊക്കെ വന്ന കമൻ്റ് തന്നെയാണ്. There is no money for that kind of thing, and even if it were available, it would cause too much disruption to production. നമ്മുടെ പ്രൊഡക്ഷന് കുറേ കാര്യങ്ങൾ ബാധിക്കും. ഇവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഇംപ്രൂവ്മെൻറ്റ്സ് നടത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ. അപ്പോൾ യു ട്രൈ ടു കൺവിൻസ് ദ GWM that health and safety in the workshop needs prioritizing, needs improvement. പക്ഷേ അയാളുടെ ഒരു ഇതെന്താണ്, അതൊന്നും വേണ്ട, ഒഴിവാക്ക് എന്നുള്ളൊരു സമീപനമാണുള്ളത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് അവിടെ ഉണ്ടായിരിക്കെ നിങ്ങൾ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കണം അവിടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുള്ളത്. അത് സമ്മതിപ്പിക്കുക നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്, അതാണ് ചോദ്യം. ഇനി നിങ്ങൾ പറ, എന്തൊക്കെ നിങ്ങൾ ഉപയോഗിക്കും ആർഗ്യുമെൻറ്റ്, എന്തൊക്കെ പോയിന്റ്സുകൾ എഴുതും? എഴുതൂലേ? ഫസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റിൻ്റെ വർക്കേഴ്സ് കോമ്പൻസേഷൻ. വർക്കർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ഇൻ കേസ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ. ആ വർക്കർ കോമ്പൻസേഷൻ നമുക്ക് ഒഴിവാക്കാം ഇവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്താൽ. നല്ലൊരു ആർഗ്യുമെൻ്റാണ്. പിന്നെ സിനാരിയോ കണക്ട് ചെയ്തിട്ട് ഫോറാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അയാളുടെ വർക്കേഴ്സ് സിക്ക് പേ, മെഡിക്കൽ കോസ്റ്റുകൾ.
വെരി ഗുഡ്. സിക്ക് പേ കൊടുക്കേണ്ടി വരും 6 to 8 വീക്സ്. ഇപ്പോഴത്തെ സംഭവത്തിൽ തന്നെ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയൊരു സംഭവമാണെങ്കിൽ ഇതിലും കൂടുതൽ സിക്ക് പേ കാലാവധി ഉണ്ടാവും. ആ കാലാവധിക്കൊക്കെ സിക്ക് പേ കൊടുക്കേണ്ടി വരും. പിന്നെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്, മേജർ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, ആ മേജർ ഓപ്പറേഷൻ്റെ മെഡിക്കൽ കോസ്റ്റൊക്കെ കമ്പനി വഹിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയാം. ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഇയാളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഈ മാനേജറെ കൺവിൻസ് ചെയ്യാനാണ് പോകുന്നത്. മാനേജർക്ക് ലൈക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി എന്നുള്ള മൈൻഡിലാണ് അയാൾ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അയാളോട് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത് ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് നോട്ട് എ വേസ്റ്റ് ഓഫ് മണി. ഇറ്റ്സ് വാട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിമിഷം. ഓക്കെ, ആസ് ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് പ്രൊട്ടക്ഷൻ. ഇവിടെ ഒരിക്കലും എന്തല്ല ഇപ്പോൾ ഇൻവെസ്റ്റിംഗ് മണി ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞത് വേസ്റ്റ് ഓഫ് മണി അല്ല എന്നുള്ളത് അയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആർഗ്യുമെൻ്റാണ്. കാര്യം വൺസ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് ഡൗൺ, ഒബ്വിയസ്ലി ദ ബിസിനസ് വിൽ ബി ഡൗൺ. ആ കാര്യം അയാൾ എന്ത് ചെയ്യണം? അറിയിച്ചു കൊടുക്കണം. Spending money on health and safety improvements will reduce the accidents and associated costs such as direct cost and indirect costs. Some of the costs are insured by the insurance company. However, most of the costs are uninsured. Uninsured cost is 8 to 36 times that of insured. In case of any major accident in the company has to pay direct costs. Some of them are listed below. Like company is obliged to pay sick pay to the apprentice absence due to the injury happened. The same way for the victims, the company has to pay sick pay. All hospital expenses caused by the injured workers, including surgery, has to be paid by the company. Cost of property damage caused by the hitting of steel beam. Since our overhead crane is not practicing an annual maintenance checkup, chances of failure of operation after the accident is more, so that the cost associated with the repair or replacement of the crane would be very high. Loss of production time while dealing with the accident. Man days lost by the injured apprentice, also by the crane operator apprentice, was off for 1 week due to PTS. അത് നഷ്ടമാണ്. വൺസ് ദി ഇൻഷുറൻസ് ഈസ് ക്ലെയിംഡ് ഫോളോവിങ് ആൻ ആക്സിഡൻറ്റ്, ദ കമ്പനി ഹാഡ് ടു പേ ഇൻക്രീസ്ഡ് ഇൻഷുറൻസ് പ്രീമിയം. ഇഫ് ദി ഇൻജുർഡ് അപ്രന്റീസ് ഗോസ് ഫോർ കോമ്പൻസേഷൻ, ദർ വിൽ ബി എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ടു ബി സ്പെൻഡ് ആസ് കോർട്ട് എക്സ്പെൻസസ് ഇൻ ക്രിമിനൽ കോർട്സ് ആൻഡ് സിവിൽ കോർട്സ്, ഇൻ സോളിസിറ്റേഷൻ ഫീ ആൻഡ് അതർ incurred expenses. These all comes under direct cost, whereas there are many indirect costs such as lowered morality of the workers. Once the accident is happened, it will obviously affect the quality and quantity of their works. The reputation of the company could be negatively impacted once the accident is occurred and it widely publicized. Since there are 30 companies or 30 plants across the globe, the cumulative reputation loss will be very high. Loss goodwill and image of company will lead to customer dissatisfaction, ultimately which will be resulted in loss of regular customers. The company had forced to stop the operation for the investigation purposes in case they could face any legal notices. The company may receive prohibition notice or improvement notice as part of the enforcement proceedings. The company may occasionally be placed on a blacklist. Existing contractors will be lost if production deadlines are missed. The workers may be forced to work overtime, which results in additional overtime pay in order to make up the lost production time. The victims and witness morality will suffer greatly, which will have direct impact on the quality and productivity of the work. It may result in staff turnover and absenteeism, and that's what we seen in the organization, that apprentice which operated the crane was off for a week due to post-traumatic stress. The company must hire a new employees and provide them with training if any employees are lost due to an accident. So our company are now taking care of these costs. If we take a concern on these costs, overall workplace culture can be changed. That can make into positive culture. Thereby we can increase the productivity
and the businesses. ഓക്കെ, ഇങ്ങനെ എല്ലാ പോയിൻറ്റ്സുകളും ഒരുപാട് 10 മാർക്കിനാണ് ഒരു 20 പോയിൻറ്റ്സിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 15-16 പോയിൻറ്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ദി ആർഗ്യുമെൻറ്റ്. ഇങ്ങനെയാണ് ആർഗ്യുമെൻറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതായാലും ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ റെക്കോർഡിംഗ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തായാലും യൂട്യൂബിൽ വാച്ച് ചെയ്തവർക്ക് വളരെ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് ലക്ക്.